എല്ലാവർക്കും നമസ്കാരം. എല്ലാ മാധ്യമപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി. ഈ അവസരത്തിൽ എല്ലാവരും കാണാൻ പറ്റിയത് ഇങ്ങനൊരു ഫംഗ്ഷനിൽ നിങ്ങൾ എത്തിപ്പെട്ടതിൽ ഒരുപാട് നന്ദി. ഈ സാട്ട അതിൻ്റെ പ്രൊഫഷനായ നൈറ്റിൽ സാറ്റ എന്ന് പറഞ്ഞ ജസ്റ്റ് ഓരോ സ്റ്റൈലാണ്. തമിഴിൽ നിന്ന് സാട്ട എന്ന് പറയും, സാറ്റ എന്ന് പറഞ്ഞാൽ സാറ്റ നൈറ്റിൽ ചോദിച്ചു സാറ്റ എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ജുജി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. ഡയറക്ടർ ചെറിയ തമിഴ് സ്ലാങ് ഉള്ളതുകൊണ്ട് പുള്ളി സാറ്റ എന്ന് പറയാം, സാറ്റ മലയാളം പഠിക്കാൻ നോക്കിയത്. അദ്ദേഹം അങ്ങനെ ഓരോരോട് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹം പറഞ്ഞു അതിന്റെ ഡീറ്റെയിൽസ് സാട്ട എന്താണെന്ന് തോന്നുന്നു. പിന്നെ ഈ സ്ക്രിപ്റ്റ് ഞാൻ കേട്ട് പല പ്രാവശ്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഡയറക്ടർ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചു. ഞങ്ങൾ അതിനുശേഷം അമ്മയുടെ വീട്ടിൽ പോയി ഫൈനൽ സംസാരിച്ചു. അതുപോലെ തന്നെ എല്ലാം ഓക്കെ പറഞ്ഞു. അതുപോലെ വ്യത്യസ്തതയുള്ള ക്യാരക്ടറാണ് ഇത്. പോലീസ് മാത്രമല്ല, രണ്ട് ഗെറ്റപ്പ് അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. രണ്ട് ഗെറ്റപ്പിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇരട്ടയല്ല, രണ്ട് ഗെറ്റപ്പ് അല്ലേ. അപ്പൊ എല്ലാവരും ചിത്രം റിലീസാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക, റിലീസ് ആകുന്നവരും പ്രാർത്ഥിക്കുക, റിലീസ് ആയി കഴിഞ്ഞ് കണ്ട് വിജയിപ്പിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു മുജി. വേറെ ആർട്ടിസ്റ്റുകൾ ഫൈനൽ ചെയ്തിട്ടില്ല. ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഫൈനൽ ആകാത്തതുകൊണ്ടാണ് അവരാരും ഞങ്ങൾ പേര് വെക്കാത്ത ഒന്നും. അപ്പൊ അഷ്കർ സോദാന്റെ ഡേറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പറഞ്ഞു. അങ്ങനെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും സംസാരിക്കും. ഓരോ ക്യാരക്ടർ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത് മധുര പടത്തോട്ട് വന്നേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട് വിനേത് വഴിയാണ് ഈ സ്ക്രിപ്റ്റോടെ എത്തിയത്. ഞാൻ വേറെ ഒരു പടം ചെയ്യാൻ വേണ്ടി ഒരു പ്ലാനിലായിരുന്നു. ആ സമയത്താണ് ശ്യാംബാബു എനിക്ക് പരിചയപ്പെടുത്തിയത്. ഞങ്ങൾ തിരുവനന്തപുരത്ത് മീറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഈ സ്ക്രിപ്റ്റുമായിട്ട് മുന്നോട്ട് പോയി. ശ്യാംബാബു ഒരുപാട് പ്രൊഡ്യൂസർക്ക് കഥ പറഞ്ഞു. കാരണം ഈ സബ്ജക്റ്റ് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ചെയ്യാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. എങ്ങനെ എൻ്റെ മുമ്പിലെത്തി ഒക്കെ എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ സബ്ജക്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വിശ്വാസത്തോടെ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമ്മുടെ നായകനെ തന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്തതിനെ പറ്റി എന്താ പറയാറ്? അഷ്കർ ഭായി ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ തന്നെ പുള്ളിയുടെ തന്നെ പോലീസ് സ്റ്റോറിക്കാൻ തന്നെ ഒരുപാട് പുള്ളിയായിരുന്നു. പോലീസ് വേഷങ്ങൾ കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട് മാത്രം. പിന്നെ അത് മാത്രമല്ല, എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് പുള്ളിയായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ കുറെ മീറ്റിംഗ് ചെയ്തിരുന്നു. ആ ഒരു ബേസിലാണ് ഞങ്ങൾ പിന്നെ ശരി മധുവായി നമുക്ക് ചെയ്യാൻ എന്ന രീതിയിൽ പുള്ളി കമ്മിറ്റ് ചെയ്ത്. ഞാൻ കുറെ ആർട്ടിസ്റ്റുകാർക്ക് സംസാരിച്ചത് അവർക്ക് ചെയ്യാനും, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ വളരെ രീതിയിലായിട്ട് തോളോട് തോളി ചേർന്ന് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ രീതിയിൽ മനസ്സിലാക്കി ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ വിശ്വാസം കൊണ്ടാണ് കഷ്ടമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് പടം ഷൂട്ട് കഴിഞ്ഞ് തിയേറ്റർ റിലീസ് ആയതിനു ശേഷം നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ ശ്യാം ബാബുവിനെ നമ്മുടെ ചെയ്യാൻ സാധിക്കും. നമസ്കാരം, എൻ്റെ പേര് ശ്യാം എന്നാണ്. ആർ ശ്യാം എന്ന് പറയുന്ന ഒരു ക്രൈം റിപ്പോർട്ടറാണ്. 10-15 കൊല്ലം ഞാൻ ഫീൽഡിലായിരുന്നു. ഏഷ്യാനെറ്റ് ഒഴികെ മിക്കവാറും ചാനലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ മേഡത്തെ ചെറുതായിട്ട് തിരുത്തിയാണ്. സാറ്റയല്ല, സാട്ട. സാട്ട എന്നാണ്. അതായത് ഇതൊരു ലാറ്റിൻ വേർഡാണ് സാട്ട. കേരള പോലീസ് അത് ലാറ്റിനിൽ നിന്ന് കളക്ട് ചെയ്ത വേർഡാണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 8 മണി ആകുമ്പോഴത്തേക്ക് പോലീസിന്റെ ഒരു കോൺഫറൻസ് ആണ്. DGP, ADGP, DIG മുതൽ ഇത് താഴെ CI വരെയുള്ള ആളുകളുമായിട്ട് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. രാവിലെ 8 മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്താൽ 9:30 ഇത് അവസാനിക്കുന്നു. ആ സമയത്ത് അതായത് DGP ചോദിക്കും, അതായത് സംസ്ഥാന പോലീസ് മേധാവി പ്രധാനപ്പെട്ട ക്രൈമുകളുടെ വിവരങ്ങൾ ചോദിക്കും. ആ സമയത്ത് ഇതിൽ തീർപ്പാകാത്ത ക്രൈമുകൾ ഏതാണ് എന്ന് കളക്ട് ചെയ്യാനുള്ള രീതി ഇതാണ് സാട്ട. ഈ സമയത്തുണ്ടായ ഒരു ക്രൈം, അതായത് പരിഹരിക്കപ്പെടാത്തൊരു ക്രൈം, അത് ദിവസവും ഈ സാട്ട കോളിൽ ചോദിക്കപ്പെടുന്നു. DGPക്ക് ചോദിക്കേണ്ടി വരും, ഇത് നിങ്ങൾ എന്തുകൊണ്ട് തീർപ്പാക്കുന്നില്ല? ഇതാണ് ഈ സംഭവം. തീർക്കാൻ പറ്റാത്തൊരു ക്രൈം. ആ ക്രൈം നടന്നുകൊണ്ടേയിരിക്കുന്നു. തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്തിങ്ങനെ പോകണം. ഇത് ശരിക്കും പറഞ്ഞ ഒരൊറ്റ ക്രൈമാണ്. ഞാനത് ഒരു പലതാക്കി മാറ്റി. ഇത് തമിഴ്നാട്ടിൽ ഞാൻ കൊല്ലം ബ്യൂറോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, മീഡിയ വണ്ടി ഇരിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നടന്നൊരു ക്രൈമാണ്. ആ ക്രൈം പിന്നീട്
പരിഹരിക്കാതെ ഇങ്ങനെ നടക്കവേ ആ ക്രൈം ഉപയോഗിച്ചുകൊണ്ട് വേറൊരു ക്രൈം ചെയ്തു. അയാളുടെ തലയിൽ ഈ ക്രൈം പോയി വീണു. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേക സൈക്കോ സ്വഭാവമുള്ള ഒരു കഥയാണ്. അപ്പൊ ഞാനിത് പലരോടും പോയി കഥ പറഞ്ഞു. അപ്പൊ കഥയൊക്കെ കേട്ടപ്പോൾ പലരും എന്നോട് പറഞ്ഞു, ഇതൊന്നും എന്താ പറയുക, ഇത് നീ കൊറിയൻ ഫിലിം പലരും തട്ടിക്കൊണ്ട് വന്നേന്നൊക്കെ എന്നോട് ചോദിച്ചു. കൊറിയൻ ഫിലിമിന്റെ സ്ക്രിപ്റ്റ് നീ അടിച്ചുകൊണ്ട് വന്നേന്നൊക്കെ എന്നോട് പലരും ചോദിച്ചു. പലരും ചിലർക്ക് എന്നെ കളിയാക്കി വിട്ടു, ചിലർ വളരെ കാര്യമായിട്ടിരുന്ന് കഥ കേട്ടു. പക്ഷെ ഇതൊന്നും മലയാളം അംഗീകരിക്കില്ല എന്നൊക്കെ ആദ്യം കുറെ പേര് പറഞ്ഞു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ചില ഉണ്ണിമുകുന്ദനൊക്കെ സിനിമകൾ അത്രയും ഭീകര ക്രൈമൊക്കെ കണ്ടപ്പോഴത്തേക്ക് അതൊക്കെ മലയാളികൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ഇത്രയും ഭീകര ക്രൈമൊക്കെ അംഗീകരിക്കുന്ന എനിക്ക് തോന്നി. പിന്നീട് ഞാൻ പോയി കഥ നമ്മുടെ സഹപ്രവർത്തകനായിട്ടുള്ള ജുനൈദിനോട് പറഞ്ഞു. എന്റെ സഹപ്രവർത്തകനാണ്, ദീർഘകാലം ഈ സംസാരിക്കണമെന്ന് പറയില്ല, ഇതിന് പ്രശ്നമുണ്ട്. അപ്പോ ഞാൻ ജുനൈദിനോട് പോയി കഥ പറഞ്ഞു. ജുനൈദിനോട് കഥ പറഞ്ഞപ്പോ ജുനൈദാണ് പിന്നീട് പറഞ്ഞത്, ഇവിടെ ഇത് വർക്കൗട്ട് ആവും, ഇത് ഇത്രയും ഭീകരതയുണ്ടെങ്കിലും സംഭവത്തിനകത്ത് എന്റെ കയ്യിലൊരു ഇതുണ്ട്, അതിപ്പോ ശരിയാവുമെന്ന് പറഞ്ഞു. അതിന്റെ ഒരു വിശ്വാസത്തിൽ ജുനൈദിന്റെ സ്ക്രിപ്റ്റ് കൊണ്ടേ കൊടുത്തു. ജുനൈദ് ഏകദേശം 3 കൊല്ലത്തോളം സ്ക്രിപ്റ്റായിട്ട് പലരുടെ പുറകെ നടന്നു. എന്റെ അവസാനമാണ് മധുശേഖരൻ വന്നത്. അത് എന്തായാലും അത് വർക്കൗട്ട് ആവുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഈ ആൾക്കാരെ എല്ലാരെയും കൂടെ മുഖത്ത് നോക്കുമ്പോൾ ഭയങ്കര പാടാണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും എല്ലാം നന്നായിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതല്ലടാ ടീച്ചേഴ്സിനും കൂടെ അടുത്തില്ലല്ലേ ശ്യാം അടുത്തേക്കാം. എടുത്തു. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ഉണ്ട്. ഗീത മാഡം, പ്രൊഡക്ഷന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് പുതിയതായിട്ടാണോ നമ്മളുടെ ഇൻഡസ്ട്രിയിലേക്ക്? ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ മലയാള സിനിമയുടെ ലോകത്തേക്ക് ഒരു പുതിയ ലേഡി പ്രൊഡ്യൂസറെ കൂടെ കിട്ടിയിരിക്കുകയാണ്. വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നത്. ഈ കഥ കേട്ടതും ഇവരെല്ലാവരും വീട്ടിൽ വന്നിരുന്ന ഈ കഥയെക്കുറിച്ച് സംസാരിച്ചൊക്കെ വന്നപ്പോഴേക്ക് എനിക്കും തോന്നി എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു ചിത്രമായിരിക്കും, എല്ലാം കൊണ്ടും ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് കടന്നു വന്നത്. അത് ഇത്രയും നന്നായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനും എല്ലാവരും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകേണ്ടെന്ന് ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ട് മലയാള സിനിമയിലെ പ്രതിസന്ധികളെ പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നോ? പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സിന് ഒരു സിനിമ പേടിപ്പിക്കേണ്ടതാണ്. അപ്പൊ നല്ല ധൈര്യമുള്ള ഒരു മിടുക്കിയായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അങ്ങനെയുള്ളവരാണ് മലയാള സിനിമയ്ക്ക് ആവശ്യം. ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ മലയാള സിനിമ ഇന്നേ വരെ തലകുറിച്ച് കൊടുത്തിട്ടില്ല, ഉയർന്നു നിന്നിട്ടേ ഉള്ളൂ മാഡം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഈ ചിത്രത്തെയും അങ്ങനെ തന്നെ
ചെയ്ത് തീർക്കാൻ പറ്റും. ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ. നെക്സ്റ്റ് പ്ലീസ്. എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തായാലും ഈ ഒരു സബ്ജക്റ്റും ഈ ഒരു പ്രൊജക്റ്റും വിജയമായി തീർക്കട്ടെ ആശംസിക്കുന്നു. ആത്മപ്രവർത്തകനായിരുന്നു. എല്ലാവരുടെയും കൂടെ ഒപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്. ജൂലൈ എല്ലാവർക്കും എന്നെ അറിയാം, മീഡിയയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഈ സബ്ജക്റ്റ് ശ്യാമായിട്ടാണ് ആദ്യം സംസാരിച്ചത്. ശ്യാം എൻ്റെ അടുത്ത് കഥ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറെ നടന്നു, ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നടന്നു. അങ്ങനെയാണ് മധുവിൻ്റെ അടുത്ത് എത്തിയത്. മധുവിൻ്റെ അടുത്ത് എത്തി മധുവിനെ പറഞ്ഞപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാം ഫാസ്റ്റ് ആയിട്ട് പോയി. 3 കൊല്ലം ഇതിന്റെ പുറകെ നടന്നു. 3 വർഷത്തോളം ഇതിന്റെ പുറകെ ഇതായിട്ടാണ് ഇപ്പൊ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങളും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇപ്പം ഇനി മഴ എങ്ങനെ നോക്കിയിട്ടാണ് ഇതിന്റെ ഷൂട്ടും കാര്യങ്ങളും. മഴ ഔട്ട്ഡോറൊക്കെ ഷൂട്ട് ഉണ്ട്. അപ്പൊ മഴയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഷൂട്ടിലേക്ക് തുടങ്ങുക. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ശ്യാമും എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു വേഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും അറിയില്ല ഉണ്ടെന്ന് വിചാരിക്കുന്നു. നോക്കാൻ ബാക്കിയാണ് എത്രയാവുന്നൊക്കെ നോക്കാം. നമുക്ക് എല്ലാവരുടെ സപ്പോർട്ടും വേണം. മഞ്ചേശ്ശിയാണ് നമ്മളെല്ലാം കൂടെ ഉള്ളത്. ഇത് വേറൊന്നുമില്ല. ഓക്കെ, താങ്ക്സ്. അപ്പൊ നമ്മളുടെ ഈ ഹായ്, എല്ലാവർക്കും നമസ്കാരം. പെട്ടെന്ന് ആശംസ പറയാൻ സർപ്രൈസ് ആയി പോയി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ കുറിച്ച് പറയാം. ആദ്യം മലയാളത്തിൽ ഒരു കൊച്ചുപടം ചെയ്തിട്ടുണ്ട്, 916 കുഞ്ഞൂട്ടൻ. നമ്മുടെ ഗിന്നസ് റെക്കോർഡ് നായകനായ മൂവിയായിരുന്നു അത്. ഇപ്പോ സെക്കൻഡ് പ്രോജക്റ്റിന്റെ വർക്കിലാണ്. ഞാൻ വന്നപ്പോ തന്നെ ഇഷ്ടത്തോടെ ചോദിച്ചതാണ് സാറ്റ എന്താണതെന്ന്. ഇപ്പൊ വിശദമായി, അടിപൊളി. എനിവേ, എല്ലാ ടീമിലുള്ള എല്ലാവർക്കും ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. എല്ലാവർക്കും പ്രൊഡ്യൂസേഴ്സ് ആയാലും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാൻ 2 വാക്ക് അഷ്കറിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കാറുണ്ട്. ഓൺലി 2 words. അഷ്കർ എന്താണെന്നാ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു 10-15 വർഷമായി തുടങ്ങിയിട്ട്. തമിഴ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. 2 പടം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് തമിഴില്. അന്ന് ഞാൻ അഷ്കറിനെ നോട്ടീസ് ചെയ്തതാണ്. ഒരു ക്യാരക്ടർ കൊടുക്കുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് ആളെത്തുന്നുണ്ട്. ആ ക്യാരക്ടറിന് ഡീപ്പായിട്ട് എത്തി നമുക്കിത് ഇങ്ങനെ ആയാലും എങ്ങനെയായിരിക്കും, ഇത് ഇങ്ങനെ ചെയ്തോട്ടെ എന്നുള്ള ആ ഒരു ഫയർ ഉണ്ടല്ലോ, അത് അഷ്കറിലുണ്ട്. സത്യം പറഞ്ഞാൽ അഷ്കറിന് നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അഷ്കർ. അത് 100% ഞാൻ പറയാണ്. പിന്നെ ഉടനെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അതും ഉണ്ടാവും. അത് ഞാനോട് പറയാനുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നമ്മുടെ ഒരു പ്രൊഡ്യൂസർ ഷെരീഫ് സാർ എത്തിയിട്ടുണ്ട്. സാർ, ഞങ്ങളിവിടെ ചടങ്ങുകൾ തുടങ്ങി. കുറേ നേരം ഞങ്ങൾ കാത്തിരുന്നു. മീഡിയ പേഴ്സൺസിനൊക്കെ ഒത്തിരി പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി. ട്രാഫിക് കൊഞ്ചം ജാസ്തിയാക്ക. ഓക്കെ, സംസാരിക്കുന്നു. നമ്മുടെ പടത്തിന്റെ പ്രൊഡ്യൂസർ മാത്രമല്ല, അതിന്റെ ട്വിസ്റ്റ് ആണ്, വില്ലനും കൂടി. അത് പറയാൻ പാടില്ല എന്റെ ഡയറക്ടറെ. അതല്ല, ചുമ്മാ പറഞ്ഞ കണ്ടാരും വില്ലൻ ഉൾപ്പെട്ടതൊക്കെ തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഏതായാലും ചടങ്ങുകൾ വൈൻഡപ്പ് ചെയ്യാണ്. അതിനുശേഷം മിസ്റ്റർ സാബു അദ്ദേഹത്തിനെ കൂടെ ആശംസകൾ പറയാനായിട്ട് ക്ഷണിക്കുകയാണ്. നമസ്കാരം എല്ലാവർക്കും. ശരിക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുധീർ സുകുമാറിന് പകരക്കാരനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഈ വേദിയിലേക്ക്. ശരിക്കും അദ്ദേഹമാണ് ഇവിടെ ശരിക്കും ആശംസ പറയേണ്ടത്. ട്രാക്കോ സുധീർ സാർ, ട്രാക്കോ സുധീർ. അദ്ദേഹത്തിന്റെ നീക്കം എന്ന് പറഞ്ഞ പുതിയ ദിലീപിന്റെ പടം വരുന്നു, വലിയ ഗംഭീര പടമായിരിക്കും. അഷ്കറെ കുറിച്ച് ഞാൻ പറയണ്ട, കാരണം മലയാള സിനിമയിൽ ശരിക്കും ഏറ്റവും അധികം അറിയപ്പെടേണ്ട, പേരുകൾ മുഖാന്തരം അറിയപ്പെടേണ്ട ഒരു വ്യക്തിത്വം. കാരണം മമ്മൂക്കയുടെ പെങ്ങളുടെ മകൻ എന്ന് എവിടെയും അഭിസംബോധന സംസാരിക്കാത്ത ഒരു മനുഷ്യൻ. അല്ല, ആ രീതിയിൽ അറിയപ്പെടേണ്ട ആളായിരുന്നെങ്കിൽ എവിടെയോ എത്തിപ്പെടേണ്ട ആളാണ്. ശരിക്കും ഇദ്ദേഹത്തെ ഇപ്പൊ മരിസാർ പറഞ്ഞ പോലെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.
ഇദ്ദേഹത്തിന് ഈ സിനിമ ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിൽ പോലും ഇത് ഇവർക്ക് പ്രൊഡ്യൂസേഴ്സിനും ഇദ്ദേഹത്തിനും ഒക്കെ ഒരു അഡ്രസ് ചെയ്യപ്പെടുത്താൻ പറ്റിയ പടമായിരിക്കട്ടെ. ഒരുപാട് സിനിമകൾ കിട്ടട്ടെ. ഇദ്ദേഹത്തിലെ കഴിവുകൾ പുറത്തോട്ട് കൊണ്ടുവരാൻ ആര് ശ്രമിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. പടം വിജയിക്കട്ടെ. പ്രൊഡ്യൂസേഴ്സ് ഇതുപോലെയുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാകട്ടെ. ഇതുപോലെ പടങ്ങൾ കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. Thank you so much, sir. നമസ്കാരം. അച്ഛൻ 3-4 ദിവസം ഞാൻ അച്ഛനെ വിളിക്കാൻ ഇഷ്ടം. ഭാരതത്തിൽ വിളിക്കും. 20 വർഷമായിട്ടുള്ള 3-4 ദിവസം മുമ്പ് എനിക്ക് അയച്ച വാട്സാപ്പിൽ സാധാരണ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഡ്രൈവിംഗിലായിരുന്നു. ഒരു അരമണിക്കൂറായിട്ട് ഞാൻ അവനെ വിളിച്ചു. അച്ഛൻ എന്താണ് എപ്പോഴാണ് നോക്കിയിട്ടില്ല. ഹോസ്പിറ്റലാണ് വിളിക്കണ്ടായില്ല. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ അവരെ വിളിക്കണം. ആ പറ്റി അറിയോ ഫ്രണ്ട്ഷിപ്പാണ്. ഒരു 20 വർഷം മുകളിലായി. പണ്ടും അച്ഛനും വേറെ പറ്റിയത് നമുക്കടെ പങ്കെടുക്കുന്ന ലേബൽ എവിടെയും കിട്ടിയിരുന്നു. കാരണം ആ രൂപം ആ സാധനം ഞാൻ ദുർഘടം കൂടെ വർക്ക് ചെയ്ത ആളാണ്. നീലാകർഷണം പച്ചക്കറി അസോസിയേഷൻ രാജുവിന്റെ സിനിമക്കാരും അന്വേഷിച്ചതൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാന് ഒരു പടം ഓൾറെഡി 10 മാസം എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുന്നു. പ്രീ പ്രൊഡക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. അച്ഛൻ അതിന് നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട്. വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കണ്ടിട്ടില്ലാത്ത നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് വരുന്നത്. അച്ഛനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട്. അതുപോലെ ഈ പടം നല്ലൊരു ഹിറ്റാവട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നിർബന്ധമുള്ളൂ. പടത്തിന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളെ തിരിഞ്ഞ് നടന്ന് ഒരെണ്ണം ഒപ്പിച്ച് വന്ന് അത് വിജയിച്ചാലേ അടുത്ത പടം ഉണ്ടാവുള്ളൂ. നമ്മള് 25 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞാണ് ഹിറ്റ് പടങ്ങളുടെ ഹിറ്റ് ഡയറക്ടേഴ്സിലൊക്കെ വലിയ പ്രൊഡ്യൂസേഴ്സ് ഉള്ളൂ. നമ്മള് കഷ്ടപ്പെടുന്നതിന്റെ ഫലം ഇതിലുണ്ടാവട്ടെ. എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനൊക്കെ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.